അമ്മിണി, എടി അമ്മിണി, എഴുന്നേക്കടി. ഇന്ന് ഞായറാഴ്ചയാ, പള്ളി പോണം. അമ്മിണി, എഴുന്നേക്കടി. രാത്രിക്ക് എപ്പോഴാണ് കയറി വന്നത്? ഏത് കോളത്തിലാണ് കയറി വന്നത്? പെൺപിള്ളേരായാലേ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. കൂട്ടുകാരൊത്തിങ്ങനെ നടന്നോളും. അമ്മിണി, ഹോ, ഈ പെണ്ണിനെ വിളിച്ച് ഞാൻ മടുത്തു. എല്ലാ ദിവസവും ഉണക്കപ്പുട്ട്. എന്താ മോളെ, എന്താ മോളുടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, അപ്പയായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഇല്ല മോളെ, അപ്പയായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. നമ്മുടെ മനസ്സിൽ ഒരു തീ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. മറ്റുള്ളവരുടെ സാന്ത്വന വാക്കുകൾ കൊണ്ട് അതങ്ങ് കെട്ടടങ്ങും. എൻ്റെ മോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വല്ലാതെ മാറിപ്പോയി എൻ്റെ മോൾ. എങ്ങനെ മാറാതിരിക്കും? നല്ല കൂട്ടുകാരല്ലേ കിട്ടിയിരിക്കുന്നത്. എല്ലാ ദുശീലങ്ങളും തുടങ്ങി. കണ്ടില്ലേ പുതിയ ശീലം? എന്ത് തുടങ്ങണം, എന്ത് അവസാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ ലൈഫാ. അതെ, ഈ വീട്ടിൽ പറ്റില്ല. നിന്റെ ഇളയ കുട്ടികളും നിന്നെ കണ്ട് വളരാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊന്ന് നിർത്ത്, ഞാൻ സംസാരിക്കാം. ഓ, നിങ്ങളാണ് ഇവളെ ഇത്രയും വഷളാക്കിയത്. തലയെ കയറ്റി പുന്നാരിച്ച് വെച്ചിരിക്കല്ലേ. ബാക്കിയുള്ള ശീലങ്ങളും കൂടെ തുടങ്ങട്ടെ. ഞാൻ തുടങ്ങും, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തുടങ്ങും. ഇത് എന്റെ ലൈഫാ. അതെ, ഈ വീട്ടിൽ പറ്റില്ല. ഇറങ്ങിക്കോ ഇപ്പോ. ഈ നശിച്ച വീട്. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. മോളെ, 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 ഇത് മോളുടെ ഫോണാണോ? എന്റെ ഫോണൊന്നുമല്ല അത്. പക്ഷേ ഇതിലെ ഫോട്ടോ മോളുടെ ആണല്ലോ. ഇത് മോളുടെ ഫോണാ. തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോണല്ലാന്ന്? അല്ലേ? മോള് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഒന്ന് പോയി തരാമോ? ഞാൻ പോയി തരാം. പക്ഷേ മോളുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ മനസ്സിലൊരു തീയുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. മറ്റുള്ളവരെ സ്വാതന്ത്ര്യമാകുന്ന കുളിർമഴ കൊണ്ട് ആ തീ അങ്ങ് കെട്ടുപോകും. ഒരു നിമിഷം, എനിക്കത് കേട്ടപ്പോ പെട്ടെന്ന് എന്റെ അപ്പന്റെ ഓർമ്മ വന്നു. അങ്കിൾ ആരാ? മോള് വാ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് പിടിക്കേ, മോള് വാ. മോളുടെ ബുദ്ധിമുട്ടും പ്രയാസവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാവും. അതിനെയൊക്കെ നാം തരണം ചെയ്യണം. അല്ലാതെ തിന്മയുടെ വഴി ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. മോൾക്കറിയോ, ഈ സമൂഹത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. പ്രതിസന്ധികളെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നവരും മരണത്തെ പേടിച്ച് ജീവിക്കുന്നവരും. അങ്ങനെ മരണത്തെ പേടിച്ച് ജീവിച്ച ഒരു മകൾ എനിക്കുണ്ടായിരുന്നു, എൻ്റെ പൊന്നുമോൾ. തിരുവിരലിൻ തുമ്പിൽ നിന്നഭയം പകരും തിരുമുറിവിനുടയോനീ നാഥൻ. തിരുരൂപമിന്നുള്ളിൽ തെളിയും നേരം താരാട്ടിൻ തണലാകും നാഥൻ.
നാഥൻ അകമെരിയും നേരത്തും അരികത്തൊരു നിഴലാകും എന്നുമെന്നാത്മാവിൻ രക്ഷകനേ. ആരിരാരാരിരോ, 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 ആരിരാരാരിരോ. തിരുവിരലിൻ തുമ്പിൽ നിന്നഭയം പകരും തിരുമുറിവിനുടയോനീ നാഥൻ. നാഥൻ ലുക്കീമിയോ? അതെന്താ ഡോക്ടർ? ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ്. വി ആർ ഹെൽപ്ലെസ്. ഓൺലി ഗോഡ് ക്യാൻ ഹെൽപ്പ് യു. ആരിരാരാരിരോ, 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 ആരിരാരാരിരോ. മിഴി പെയ്യും മഴ നീർക്കണമായെന്നും വഴിനീളെ തിരയും നിന്നെ നാഥ. ഇരുകരവും നീട്ടിപ്പുണരും നേരം കണ്ണീർ കടലകലും നല്ലോ നാഥ. ഇനി ജീവിത വഴികളിലെ തണലായി നീ നിറയുമ്പോ തിരുവിരലിൽ അഭയം തേടും തിരയായി ഞാൻ. ആരിരാരാരിരോ, 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 ആരിരാരാരിരോ. അങ്കിളെ, വിഷമിക്കണ്ട അങ്കിളെ. അതായിരുന്നു എൻ്റെ പൊന്നുമോൾ. അവൾക്ക് ജീവിക്കാൻ ഒത്തിരി കൊതിയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയായിരുന്നു അവൾ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായിരുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു അവളുടെ മാതാവ്. മോളുടെ ജീവിതത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അവയൊക്കെ തരണം ചെയ്യണം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും മോള് പരിശുദ്ധ അമ്മയോട് മനസ്സ് തുറക്കുക. മോൾക്കറിയോ അമ്മയുമായി മനസ്സ് തുറക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന്? ആ കൈയൊന്ന് നീട്ടിക്കേ. ഏറ്റവും നല്ല മാർഗം ഈ ജപമാലയാണ്. മോള് ഈ ജപമാല മോളുടെ കൂടെ കരുതുക. അമ്മ മോളെ കാത്തുകൊള്ളും. മോളെ, പപ്പ, മമ്മി, എവിടെയായിരുന്നു? നിന്നെ ഞങ്ങൾ എവിടെയല്ല അന്വേഷിച്ചു. നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പപ്പ, മമ്മി, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇത്രയ്ക്ക് നേരം എന്നോട് പക്ഷെ അമ്മേനെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊരു കൊന്ത. കൊന്തയോ? എന്താ മോളെ? എവിടെ? ദൈവം നമുക്ക് നൽകിയ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. അപ്പോൾ നമ്മളും ഒരു പ്രകാശഗോപുരമായി മാറും.